ഇൻകേപ്പബിളായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ആ രാജ്യത്തെ വോട്ടർമാരുടെ ഭയം ഒന്നുകൊണ്ട് മാത്രമാണ് മോദി അജയ്യനായി 12 വർഷം തുടർന്നത്. യഥാർത്ഥത്തിൽ ആ ഭയത്തെ വളരെ മനോഹരമായി എടുത്തു കളയുകയാണ് 2026 ജന്തർ മന്ദറിൽ ഇന്ത്യയിലെ യുവാക്കൾ ചെയ്തത്. അവരെ പാറ്റകളെന്നൊക്കെ അവർ സ്വയം വിശേഷിപ്പിക്കുന്നുവെങ്കിലും അവരെ കളിയാക്കാൻ വേണ്ടി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉപയോഗിച്ചൊരു വാക്കിനെ അവർ സ്വമേധയ ഒരു സറ്റയറിനെ അവർ സ്വമേധയ അവരെ വിശേഷിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. അവരെ പാറ്റകളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. കാരണം ഈ ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളൊരു ചരിത്ര സന്ദർഭത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതിൻ്റെ കാരണം 10-12 വർഷമായി ജന്തർ മന്ദറിൽ സമരം ചെയ്ത ആ ചെറുപ്പക്കാരുടെ മാതാപിതാക്കളുണ്ടല്ലോ, അതായത് നമ്മുടെ തലമുറ, അവരുടെ മാതാപിതാക്കൾ 12 വർഷമായി ഭയത്തിലായിരുന്നു. അവരുടെ ഭരണാധികാരിയെ ചോദ്യം ചെയ്യാനോ അവർ ഭയന്നിരിക്കുകയായിരുന്നു. ആ ഭരണകൂടം വിളമ്പുന്ന സകലമാന വെറുപ്പും വിദ്വേഷവും കൺസ്യൂം ചെയ്ത് അത് ഭക്ഷിച്ച് അത് പുനരുൽപാദിപ്പിച്ച് അത് വിതരണം ചെയ്ത് ജീവിച്ച ഒരു തലമുറയാണ് അവരുടെ മാതാപിതാക്കൾ. ഈ ചെറുപ്പക്കാരെന്താണ് ചെയ്തത്? അതായത് ആ ചെറുപ്പക്കാരുടെ പ്രായത്തിൽ ഉള്ള മക്കളുള്ള പേരൻസ് എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ആശങ്കപ്പെട്ടത്? കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ മക്കൾ ഫോണിൽ എന്താണ് ചെയ്യുന്നത്, അല്ലേ? എൻ്റെ പിള്ളേർക്ക് ഞാൻ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവർ 10 കൊല്ലം അവർ ആ ഫോണിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളോടും പലരും പറഞ്ഞിട്ടുണ്ടാവും, ഡോക്ടർമാരും അല്ലെങ്കിൽ കൗൺസിലേഴ്സും ഒക്കെ വന്നിട്ട് നിങ്ങളുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും, നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കണേ. ചിലപ്പോൾ മൗലവിമാരും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണേ, അവർ ഫോണിൽ എന്താണ് ചെയ്യുന്നത് നോക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടു. അവർ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന വെറുപ്പും വിദ്വേഷവും അല്ല. നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർക്കിടയിൽ വിഭജനം ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റുമല്ല അവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. അവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് രാഷ്ട്രീയമാണ്. അവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് ഭരണഘടനയാണ്. അവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധത്തെയാണ്. ആ ബോധം വളർത്തിയെടുത്തു എന്നുള്ളതാണ് ആ തലമുറ അവരുടെ മാതാപിതാക്കളുടെ തലമുറയോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. ആ ബോധത്തിൽ നിന്നാണ്, ആ ഭരണഘടനാ ബോധത്തിൽ നിന്നാണ് അവർ അവരുടെ ഉള്ളിലുള്ള, അവരുടെ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ഭയത്തെ അവർ കുടഞ്ഞെറിഞ്ഞത്. ആ ഭയം ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ തെരുവുകളിൽ നിന്ന് അവർ ഉറക്കെ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. ആ മുദ്രാവാക്യങ്ങളിൽ രാഷ്ട്രീയ ശരികേടുകളൊക്കെ ഉണ്ടാവാം. നമ്മുടെ അച്ചടിച്ച ഭാഷയിൽ നമ്മൾ തയ്യാറാക്കുന്ന മുദ്രാവാക്യങ്ങളല്ല അവർ വിളിച്ചത്. അവരവരുടെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന, അവർ സംസാരിക്കുന്ന ഭാഷയിലാണ് അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. പക്ഷേ ആ മുദ്രാവാക്യങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് ഭയമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർ അവരുടെ ഭരണാധികാരിയെ ഭയക്കുന്നില്ല. ഭയം എന്ന ഒരു വികാരം അവരെ ഭരിക്കുന്നേ ഇല്ല എന്നവർ തെളിയിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തെ ചരിത്രപരമായി രാഷ്ട്രീയമായി വ്യത്യസ്തമാക്കുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ 12 വർഷം നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളിൽ നിന്ന് ഇന്നത്തെ ദിവസത്തെ മുക്തമാക്കുന്നത് കൊണ്ടാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയാം, ഇന്ന് രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു 1/4 മണിക്കൂർ. ഈ 12 വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ചെങ്കോട്ട പ്രസംഗം കണ്ടിട്ടുള്ള, അത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇന്ന് ഭയക്കുന്നത് ഇന്ത്യയിലെ വോട്ടർമാരല്ല, ഇന്ന് ഭയക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാരല്ല, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എത്ര പ്രാവശ്യം അദ്ദേഹത്തിന് വാക്കുകൾ നഷ്ടപ്പെട്ടു. നിങ്ങൾ ആ പ്രസംഗം ശ്രദ്ധിച്ചറിയാം, അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരാളല്ല അദ്ദേഹം. നെഞ്ചു വിരിച്ചു നിന്ന് നെഹ്റുവിനെയും ഇന്ദിരയെയും കോൺഗ്രസിനെയും ഒക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ ദിന പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. നെഹ്റുവിനെ കുറ്റം പറയാത്ത ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര പ്രസംഗം കണ്ടിട്ടുണ്ടോ നിങ്ങൾ നരേന്ദ്രമോദിയുടെ? ഇന്ന് അദ്ദേഹം കുറ്റം പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, നെഹ്റുവിനെ പുകഴ്ത്തുകൂടി ചെയ്തു. ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഇന്ന് പേപ്പർ നോക്കി വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അതിൽ തെറ്റുപറ്റുന്നുണ്ട്. അദ്ദേഹം ചകിതനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചകിതനാണ്, നെർവസാണ്. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നു. ഇത് കഴിഞ്ഞ 12 വർഷത്തെ അപൂർവമായ ദൃശ്യമാണ്. നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം നടക്കുകയാണ്. ഈ 12 വർഷവും എല്ലാ പാർലമെൻറ്റ് സമ്മേളനങ്ങളും സാഗൂതം വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് റിപ്പോർട്ട് ചെയ്യുകയോ അത് കാണുകയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. അമിത്ഷാ പാർലമെൻറ്റിൽ വന്നില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം പാർലമെൻറ്റിൽ വന്ന് ജന്തർ മന്ദറിൽ സമരക്കാരെ തല്ലിയതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. അദ്ദേഹം വരാൻ ഭയക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം.
അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ അവരുടെ ഭാഷയും ശരീരഭാഷയും ശ്രദ്ധിക്കുക. അമിത്ഷാ ഒരു ഗുണ്ടയുടെ മുഖഭാവവും ക്രൗര്യം നിറഞ്ഞ മുഖമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പാർലമെൻറ്റിൽ നിന്ന് ഒളിച്ചോടി എന്ന് പാർലമെൻറ്റിൽ ആളുകൾ പ്രസംഗിക്കുന്നു. അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? അങ്ങനെയൊക്കെ പറയാമോ? പാർലമെൻറ്റിൽ ഞാൻ ഒളിച്ചോടി എന്നൊക്കെ പറയാം. ഇങ്ങനെ സംസാരിക്കുന്ന അമിത്ഷായെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയല്ല അമിത്ഷാ സംസാരിക്കുന്നത്. അവരോടൊന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒന്ന് ശബ്ദിക്കാതിരിക്കാൻ പറയൂ പ്ലീസ്, ഞാൻ വന്ന് മറുപടി പറയാം. ഇങ്ങനെ അമിത്ഷാ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും? ഇപ്പോൾ ഭയക്കുന്നത് രാജ്യത്തെ പൗരന്മാരല്ല, ഭരണാധികാരികളാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അമിത്ഷായുടെ സംസാരം. JP നഡ്ഡ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പ്രസംഗിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖഡ്ഗെ ഉത്തരാഖണ്ഡിൽ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ പോയി. പ്രസംഗിച്ച് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അവിടെ BJP-കാർ വന്ന് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരണം നടത്തി. അപ്പോൾ അതേക്കുറിച്ച് രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ സഭാധ്യക്ഷനെ നോക്കി പ്രസംഗിക്കുകയാണ്. അത് കഴിഞ്ഞ് JP നഡ്ഡ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. അയ്യോ, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിപ്പോയി, BJP അതിനൊന്നും പിന്തുണയ്ക്കുന്നില്ല. ഇങ്ങനെ ഒരു BJP-യുടെ നേതാവ് പറഞ്ഞിട്ടില്ല. 12 വർഷം എത്രയോ മോശം അനുഭവങ്ങൾ പ്രതിപക്ഷത്തെ നേതാക്കൾക്കുണ്ടായി. മല്ലികാർജ്ജുൻ ഖഡ്ഗെക്കുണ്ടായി. BSP-യുടെ ഡാനിഷ് അലി എന്ന് പറയുന്ന MP-യെ പച്ചത്തെറി വിളിച്ചു പാർലമെൻറ്റിൽ. രമേഷ് ബിധുടി എന്ന് പേരുള്ള ഒരു BJP നേതാവ്. ഒരാളും ഒരക്ഷരം വേണ്ടിയില്ല. ഈ രമേഷ് ബിധുടി പച്ചത്തെറി വിളിക്കുമ്പോൾ തൊട്ടു പിറകിൽ JP നഡ്ഡയും രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെ എന്ന് കൈയടിച്ച് ചിരിച്ചുകൊണ്ടിരുന്നതാണ്. അതേ JP നഡ്ഡ പറയുന്നു, അയ്യോ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ ചാണകവെള്ളം തെളിച്ചത് വളരെ മോശമായിപ്പോയി. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും ഇപ്പോൾ ആരാണ് ഭയക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഭയം എന്ന വികാരം രാജ്യത്തെ തെരുവുകളെ അടക്കി ഭരിച്ചിരുന്നത് ഇപ്പോൾ മെല്ലെ മെല്ലെ ഒഴിയുകയാണ്. ഇത് ഒഴിഞ്ഞതോടുകൂടിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ മുന്നോട്ട് വരുന്നത്. ഈ ഭയമില്ലാതായതോടുകൂടി രാജ്യത്തെ വിദ്യാഭ്യാസം വലിയ പ്രശ്നത്തിലാണ് എന്ന് യുവാക്കൾ തിരിച്ചറിയുക മാത്രമല്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നു. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ 12 വർഷമായി താറുമാറായിരിക്കുകയാണ് എന്ന വിഷയം തിരിച്ചറിയുന്നു. രാജ്യത്തെ ഉൽപ്പാദന മേഖല സ്തംഭനാവസ്ഥയിലാണ്. വ്യവസായമോ കൃഷിയോ വളരുന്നില്ല എന്ന് മാത്രമല്ല, ചെറുകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ മുഴുവൻ കുത്തുപാള എടുത്തിരിക്കുന്നു നോട്ട് നിരോധനത്തിന് ശേഷം എന്നുള്ള കാര്യം ജനം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് തുറന്നു പറയാൻ തുടങ്ങുന്നു. രാജ്യത്തിൻ്റെ അന്തസ്സ്, രാജ്യത്തിൻ്റെ ഇമേജ്, പ്രതിച്ഛായ ലോകത്തിന് മുമ്പിൽ നാണം കെട്ടുപോയിരിക്കുകയാണ്. നാണം കെടുത്തി കളഞ്ഞിരിക്കുന്നു ഈ ഭരണകൂടം നമ്മുടെ രാജ്യത്തെ എന്ന് യുവാക്കൾ തിരിച്ചറിയുന്നു. എന്തായിരുന്നു ഭരണകൂടം ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ വിശ്വഗുരുവാണ്. കോവിഡിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി താടിയും മുടിയും നീട്ടി വളർത്തിയൊരു സന്യാസിയുടെ രൂപത്തിൽ വന്നിട്ട് പറയുകയാണ്, ഇന്ന് ഭാരതം ഒരു വിശ്വഗുരുവാണ്. ഇതേ വിശ്വഗുരു വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിയുമ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ, അവിടുത്തെ പൗരസമൂഹം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് പുതിയ തലമുറ തിരിച്ചറിയുകയും അത് തുറന്നു പറയുകയും ചെയ്യുന്നു. ഇത് തുറന്നു പറയാൻ നമ്മുടെ ഡിപ്ലോമസി, നമ്മുടെ നയതന്ത്രം അട്ടർ ഫെയിലറാണ് എന്ന് തുറന്നു പറയാൻ രാജ്യത്തെ കരിയർ ഡിപ്ലോമാറ്റുകൾ പോലും മടിച്ചിരുന്ന കാലത്ത് യുവതലമുറ പറയുന്നു ഇതിങ്ങനെയൊന്നും അല്ല എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ രാഷ്ട്രത്തലവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ഓരോ രാജ്യത്തിനും അവരുടേതായ അഭിവാദന രീതികളുണ്ട്. ഇപ്പോൾ ഒരു അറബ് നാട്ടിൽ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ ഭരണാധികാരിയെ കെട്ടിപ്പിടിക്കാം, അത് അവരുടെ കൾച്ചറാണ്. പക്ഷേ ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് നമുക്ക് ഹഗ് ചെയ്യാൻ കഴിയില്ല. ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് അവരതിനെ കാണുന്നത്. ഇത് മോശമാണ് എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു കൊടുക്കാൻ പോലും കരിയർ ഡിപ്ലോമാറ്റുകളോ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല. ഇദ്ദേഹം എന്തിനാണ് ഇത്രയധികം യാത്രകൾ നടത്തുന്നുള്ള ചോദ്യം വേറെ നിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ലോകവേദിയിൽ നാണം കെടുത്തുക മാത്രമല്ല, രാജ്യ താല്പര്യങ്ങളെ ബലി കഴിക്കും വിധം നിലപാടില്ലായ്മ ആഗോള വേദികളിൽ ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ചെറുപ്പക്കാർ വിളിച്ചു പറയുകയാണ്. അത് ചൈനയുടെ കാര്യത്തിലാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തോ ഒരു തരത്തിലുള്ള നമ്മൾ ആരുടെയൊക്കെ തടവിലാണ്, നമ്മൾ ആരുടെയൊക്കെ അടിമകളാണ് എന്ന കാര്യം ഈ യുവാക്കൾ വിളിച്ചു പറയുന്നു. ആര് വിളിച്ചു പറഞ്ഞില്ല? അവരുടെ മാതാപിതാക്കളുടെ ഏജ് ഗ്രൂപ്പിലുള്ള കരിയർ ഡിപ്ലോമാറ്റുകളോ വിദേശകാര്യ വിദഗ്ധരോ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ പോലുമോ വിളിച്ചു പറഞ്ഞില്ല. അതുകൂടി മനസ്സിലാക്കണം. ഇന്ത്യയുടെ ഡിപ്ലോമസി തകർന്ന് തരിപ്പിണമായി എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്നലെയാണ്. ഇന്നലെ അദ്ദേഹം ഒരു സ്റ്റേജിൽ നിന്നിട്ട് മോദിയെ കളിയാക്കുന്നുണ്ട്. മറ്റൊരാളെ, ഒരു സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കളിയാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഡിപ്ലോമസി തകർന്നു എന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറയുന്നത് ഇന്നലെയാണ്. അതേസമയം രാജ്യത്തിൻ്റെ
താല്പര്യങ്ങൾ ബലികഴിക്കുന്ന വിദേശ നയമാണ് ഇന്ത്യയുടേത് എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചൈന വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്ര ധൈര്യപൂർവ്വം ഇത് പ്രതിപക്ഷത്തിന് പോലും പറയാൻ ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ ചെറുപ്പക്കാരിൽ നിന്നാണ്. അപ്പോൾ ജന്തർ മന്ദറിൽ സമരം ചെയ്ത് കൂടിപ്പോയാൽ ഒരു 10,000 10,000 അല്ലെങ്കിൽ 1,00,000 ആളുകളുണ്ടെന്ന് കരുതുക. ഈ 1,00,000 ആളുകളെ RSSും BJPയും ഭയക്കുമോ എന്നൊരു ചോദ്യം യുക്തിസഹമാണ്. എന്തിനാണ് ഈ 1,00,000 യുവാക്കളെ ഭയക്കുന്നത്? അത്ര ആളല്ലേ തെരുവിലിറങ്ങിയുള്ളൂ. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ഏതാണ്ട് 60% വരുന്ന യുവാക്കളുണ്ട്. അതായത് 60 കോടി യുവാക്കളുണ്ട്. അവരാരും ഡൽഹിയിൽ വന്ന് സമരം ചെയ്തില്ലല്ലോ. ആ സമരം ചെയ്ത 10,000 10,000 1,00,000 ആളുകളെ എന്തിനാണ് ഭരണകൂടം ഭയക്കുന്നതെന്ന് ഒരാൾക്ക് ന്യായമായും സംശയിക്കാം. ആ സംശയത്തിനുള്ള മറുപടി, ആ സമരം ചെയ്തവർ യഥാർത്ഥത്തിൽ BJPയുടെ വോട്ട് ബാങ്കായ BJPക്ക് വോട്ട് ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് എന്നുള്ളതാണ് BJPയെ ഭയപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ രാജ്യത്ത് ഒരുപാട് സമരങ്ങൾ നടന്നു. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ഈ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാൻ ധൈര്യം കാണിച്ചത് വിദ്യാർത്ഥികളാണ്. സർവകലാശാല വിദ്യാർത്ഥികൾ രോഹിത് വെമുല ആത്മഹത്യ ചെയ്തതിന് ശേഷം നടന്നിട്ടുള്ള ഇന്ത്യയിലെ വ്യത്യസ്ത സർവകലാശാലയിൽ നടന്നിട്ടുള്ള സമരം. പക്ഷെ ആ സമരത്തെ അതിക്രൂരമായി ഭരണകൂടം അടിച്ചമർത്തുകയാണ് ചെയ്തത്. ആ സമരം ചെയ്ത വിദ്യാർത്ഥികൾ മുഴുവൻ മാവോയിസ്റ്റുകളെന്നോ അർബൻ നക്സലുകളെന്നോ ഒക്കെ വിളിച്ചിട്ട് അകത്താക്കി. അവരെ പാകിസ്ഥാൻ്റെ ഏജൻറ്റുകളാക്കി. അവർ വിളിച്ച മുദ്രാവാക്യങ്ങളെ ഡിസ്റ്റോർട്ട് ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ട് അവർ പാകിസ്ഥാൻവാദികളാക്കി മാറ്റി. പിന്നീട് CAA പ്രൊട്ടസ്റ്റ് നടന്നു. CAA പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് ഇതേ ആളുകളെയൊക്കെ പിടിച്ചകത്തിട്ട്. ഉമർ ഖാലിദ് ഇപ്പോഴും ജയിലിലാണ്, 8 വർഷമായി. ഭരണകൂടത്തെ ചോദ്യം ചെയ്ത മുഴുവൻ ആളുകളെയും UAPA ചാർത്തി അകത്തിടുകയോ അല്ലെങ്കിൽ മറ്റ് കള്ളക്കേസുകൾ അകത്തിടുകയോ ചെയ്തു. നമ്മൾ ആരും മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് സഞ്ജീവ് ഭട്ട്. മുസ്ലിം ലീഗുകാർ ഒരിക്കലും ആ പേര് മറക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്, സഞ്ജീവ് ഭട്ടിൻ്റെ പേര്. സഞ്ജീവ് ഭട്ട് ചെയ്ത കുറ്റം എന്താണ്? അദ്ദേഹം ഗുജറാത്തിൽ IPS ഉദ്യോഗസ്ഥനായിരിക്കെ ഗുജറാത്ത് കലാപകാലത്ത് അതിന് കാർമ്മികത്വം വഹിച്ചത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണെന്ന് സുപ്രീം കോടതിയിൽ മൊഴി നൽകി. അതിൻ്റെ പേരിൽ ഇല്ലാത്ത കേസുകളിൽ അദ്ദേഹം കഴിഞ്ഞ 8 വർഷമായി 2018 മുതൽ അദ്ദേഹം തടവിലാണ്. അദ്ദേഹത്തെ ആരും ഓർക്കുന്നില്ല, അദ്ദേഹത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഭരണകൂടത്തിനെതിരെ ഡിസെൻറ്റ്, വിസമ്മതം, എതിർപ്പുയർത്തിയ മുഴുവൻ ആളുകളെയും നിശബ്ദരാക്കുകയോ UAPAയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കള്ളക്കേസുകളോ ചേർത്ത് അകത്തിടുകയോ ചെയ്തു. അങ്ങനെയാണ് ഈ ആളുകൾക്ക് ഭയമുണ്ടാവുന്നത്. നാളെ ഞാൻ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ എന്തെങ്കിലും വരുമോ, എന്നെ പിടിച്ചകത്തിടുമോ എന്ന ഭയം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് ആ ഭയം ചൂഴ്ന്നു നിൽക്കുന്നത്. ഈ യുവാക്കൾക്ക് അങ്ങനെ ഒരു ഭയമില്ല. ഞങ്ങളെ തല്ലിക്കോളൂ എന്ന് പറഞ്ഞ് പോലീസുകാരൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ്. എത്ര വേണമെങ്കിലും തല്ലിക്കോളൂ. ഇത് ഭയമില്ല. ഈ ഭയമില്ലായ്മയാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. അതല്ല യഥാർത്ഥത്തിൽ BJPയെ ഭയപ്പെടുത്തുന്നത്, RSSനെ ഭയപ്പെടുത്തുന്നത്. ഈ നിൽക്കുന്ന യുവാക്കളെല്ലാം അവരുടെ മാതാപിതാക്കൾ BJPക്ക് വോട്ട് ചെയ്ത ആളുകളാണ്, അർബൻ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ്. BJPയോട് വേറെ ഒരു തരത്തിലുമുള്ള എതിർപ്പില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന യുവാക്കളാണ്. അവരാണ് BJPയെയും RSSനെയും ചോദ്യം ചെയ്യുന്നത്, മോദിയെയും അമിത്ഷായെയും മോക്ക് ചെയ്യുന്നത്. RSSും BJPയുമാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഇവരാണ്. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, എങ്ങനെയാണോ ബുച്ചർ ഓഫ് ഗുജറാത്ത് എന്ന പേരുള്ള നരേന്ദ്രമോദിയെ ഇമേജ് ബിൽഡപ്പ് ചെയ്ത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RSS കൊണ്ടുവന്നത്, ആ പ്രക്രിയയിലൂടെ രാജ്യത്ത് അവർ കഴിഞ്ഞ 12 വർഷമായി നടത്തിക്കൊണ്ടിരുന്ന വേറൊരു പണിയുണ്ടായിരുന്നു. രാജ്യത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ മനുഷ്യർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുക, മുസ്ലിം വിരുദ്ധമായ ഇസ്ലാമോഫോബിക്കായ കണ്ടന്റുകൾ ഓരോ ദിവസവും നിരന്തരം ഉൽപ്പാദിപ്പിക്കുക, അത് ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക, അത് കൺസ്യൂം ചെയ്യട്ടെ ആളുകൾ, എന്നിട്ട് അയൽവക്കത്തുള്ളവരെ വെറുക്കട്ടെ. ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും പരത്തിക്കൊണ്ട് രാജ്യത്ത് ജനങ്ങളിൽ ഒരു വലിയ വിഭാഗത്തെ, ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ വെറുക്കുന്നവരാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് മതി തങ്ങൾക്ക് ഇനിയുള്ള കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, തങ്ങളുടെ പാർട്ടിക്ക് പ്രവർത്തകരെ ഉണ്ടാക്കാൻ, തങ്ങൾക്ക് അണികളെ ഉണ്ടാക്കാൻ, തങ്ങൾക്ക് വോട്ടർമാരെ ഉണ്ടാക്കാൻ എന്ന് അവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇതേ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിച്ച പുതിയ തലമുറ, അതായത് 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്ന ചെറുപ്പക്കാരാണ് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നത്. 2002 ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത കുട്ടികളാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. അപ്പോൾ അവരെ സംബന്ധിച്ച് മോദി എന്താണെന്നോ, അവർ ജനിച്ചതിന് ശേഷം ഒരേ ഒരു പ്രധാനമന്ത്രിയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അവർക്ക് വിവരം വന്നതിന് ശേഷം അവർ കാണുന്നത് മോദിയെയാണ്. അവർക്ക് ഗുജറാത്തിൽ മോദി ആളെ കൊന്നോ എന്നോ അവർക്കറിയില്ല. അവർ നോക്കുമ്പോൾ ഒട്ടും കഴിവില്ലാത്ത, ഒരു തരത്തിലും കമ്പാറ്റബിൾ അല്ലാത്ത ഒരു പ്രധാനമന്ത്രി ഞങ്ങളെ ഭരിക്കുകയാണ്. അവർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനമന്ത്രിയെ നോക്കുമ്പോൾ അവരൊക്കെ എല്ലാം ഡെലിവറി ചെയ്യുന്ന പ്രധാനമന്ത്രിമാരാണ്, ചെറുപ്പക്കാരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അവരുടെ രാജ്യത്തെ അന്താരാഷ്ട്ര വേദികളിൽ അന്തസ്സോടെ പ്രതിനിധീകരിക്കുന്നവരാണ്. നമുക്ക് മാത്രം ഒരു വയസ്സായ ഒരു കിളവൻ വിശ്വഗുരുവാണെന്നൊക്കെ പറഞ്ഞ് അന്യരാജ്യങ്ങളിൽ പോയി ആളുകളെ കെട്ടിപ്പിടിക്കുന്നു, ഇന്ത്യയെ നാണം കെടുത്തുന്നു, ഇന്ത്യയുടെ താല്പര്യങ്ങളെ അന്താരാഷ്ട്ര വേദികളിൽ ബലികഴിപ്പിക്കുന്നു.
അവർ സ്വയമായി ചിന്തിക്കാൻ തുടങ്ങുന്നു, അവർ സ്വയം രാഷ്ട്രീയം പഠിക്കാൻ തുടങ്ങുന്നു. അവർ എവിടെ നിന്ന് വിട്ടുനിന്നു? RSSും BJPയും വിദ്വേഷം പരത്താൻ ഉപയോഗിച്ചിരുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അവർ വിട്ടുനിന്നു. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മക്കൾ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ മക്കൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ മാത്രമായിരിക്കും. അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി വാട്സപ്പ് ഉപയോഗിക്കുന്നേ ഇല്ല. ഫാമിലി ഗ്രൂപ്പിൽ പേരൻസിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നത്. അവർക്ക് വേറെ മെസ്സേജിങ് ആപ്പുണ്ട്. ഇത് RSSും BJPയും ശ്രദ്ധിച്ചില്ല.